ഇന്ത്യ അമേരിക്ക താരിഫ് പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ എപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ശരിക്കും തുടങ്ങിയതെന്നും എന്തിനാണ് അമേരിക്ക ഈ വ്യാപാര യുദ്ധം തുടങ്ങിയതെന്നും നിങ്ങൾക്കറിയാമോ? ആ കഥ തുടങ്ങുന്നത് ഒരു പഴയ നികുതി തർക്കത്തിലാണ്. ഇതിന്റെ പ്രധാന കാരണം അമേരിക്കൻ ടെക് കമ്പനികൾക്ക് ഇന്ത്യ 2016 ഏർപ്പെടുത്തിയ ഡിജിറ്റൽ സർവീസ് ടാക്സ് അഥവാ ഈക്വലൈസേഷൻ ലെവിയാണ്. ഇന്ത്യയിൽ വലിയ വരുമാനം നേടുമ്പോഴും ഭൗതിക സാന്നിധ്യം ഇല്ലാത്തതിനാൽ നികുതി നൽകുന്നതിൽ നിന്ന് ഈ കമ്പനികൾക്ക് ഒഴിവാകാൻ കഴിഞ്ഞിരുന്നു. ആമസോൺ, ഗൂഗിൾ, മെറ്റ തുടങ്ങിയ കമ്പനികളിൽ നിന്ന് ന്യായമായ നികുതി ഈടാക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ഈ നീക്കത്തിന്റെ ലക്ഷ്യം. ആദ്യം 6% ലെവി ഈടാക്കിയ ഇന്ത്യ പിന്നീട് 2020 2% അധിക ലെവി ഇ കൊമേഴ്സ് ഓപ്പറേറ്റർസിനെ കൂടെ ഉൾപ്പെടുത്തി വിപുലമാക്കി. ഈ നടപടിയെ അമേരിക്ക തങ്ങളുടെ കമ്പനികൾക്ക് നേരിട്ടുള്ള ആക്രമണമായി കണ്ടു. ഈ നികുതികൾ വിവേചനപരമാണെന്ന് ആരോപിച്ചുകൊണ്ട് അമേരിക്ക തങ്ങളുടെ വ്യാപാര നിയമങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ ചില ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്താൻ തീരുമാനിച്ചു. തുടർന്ന് ചെമ്മീൻ, ആഭരണങ്ങൾ, ചില സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക താരിഫ് ചുമത്തി. ഇതിനെ ഒരു ഡിജിറ്റൽ ടാക്സ് യുദ്ധം ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. സ്വന്തം ടെക് ഭീമന്മാരെ സംരക്ഷിക്കാൻ അമേരിക്ക വ്യാപാര സമ്മർദ്ദം ഉപയോഗിക്കുന്നു എന്നതിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. അമേരിക്കൻ താരിഫിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിൽ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ഈ 25% താരിഫ് സ്റ്റീൽ, ഫാർമ തുടങ്ങിയ വലിയ വ്യവസായങ്ങളെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്നാണ് പൊതുവെ കരുതുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇന്ത്യയുടെ ഡിജിറ്റൽ ടാക്സിന് മറുപടിയായി അമേരിക്ക ഏർപ്പെടുത്തിയ ഈ താരിഫ് പ്രധാനമായും നമ്മുടെ കാർഷിക, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളെയാണ് ബാധിക്കുന്നത്. ചെമ്മീൻ, ബസ്മതി അരി, ആഭരണങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഈ മേഖലകൾ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്കും ചെറുകിട സംരംഭങ്ങൾക്കും ഉപജീവനമാർഗം നൽകുന്നവയാണ്. സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള താരിഫ് ഡിജിറ്റൽ ടാക്സ് തർക്കവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് അമേരിക്കയുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ട്രേഡ് എക്സ്പാൻഷൻ ആക്ട് എന്ന നിയമത്തിലെ സെക്ഷൻ 232 പ്രകാരമാണ് അമേരിക്ക ഈ താരിഫ് ഏർപ്പെടുത്തിയത്. ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഒരു ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നീക്കം. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുറഞ്ഞ വിലയിലുള്ള സ്റ്റീൽ ഇറക്കുമതി അമേരിക്കയിലെ ആഭ്യന്തര സ്റ്റീൽ വ്യവസായത്തെ ദുർബലപ്പെടുത്തുന്നു എന്നാണ് അവർ വാദിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ സുരക്ഷയെയും സാമ്പത്തിക ഭാവിയെയും ദോഷകരമായി ബാധിക്കുമെന്നും അതിനാൽ ആഭ്യന്തര ഉത്പാദനം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും അമേരിക്കൻ ഭരണകൂടം പറയുന്നു. അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് 50% ആയി ഉയർത്തുകയാണെങ്കിൽ അത് ഇന്ത്യയെ ഗുരുതരമായി ബാധിക്കും. ഈ നീക്കം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ അമേരിക്കൻ വിപണിയിൽ വളരെ വിലയേറിയതും മത്സരക്ഷമമല്ലാത്തതുമാക്കി മാറ്റും. ഇത് ചെമ്മീൻ, അരി, ആഭരണങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ പ്രധാന കയറ്റുമതി സാധനങ്ങളുടെ ആവശ്യം കുത്തനെ കുറയ്ക്കും. ഇതിന്റെ ഫലമായി ഗുജറാത്ത്, കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ചെറുകിട വ്യവസായങ്ങൾ, ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ഉപജീവനം നൽകുന്ന മേഖലകൾ എന്നിവ കടുത്ത പ്രതിസന്ധിയിലാകും. കയറ്റുമതി കുറയുന്നത് രാജ്യത്തിന്റെ വിദേശ വരുമാനം കുറയ്ക്കുകയും വ്യാപാരക്കമ്മി വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും. ഇത് കേവലം ഒരു വ്യാപാര വിഷയമായി ഒതുങ്ങാതെ ഇന്ത്യയുടെ ദേശീയ സാമ്പത്തിക ഭീഷണിയിലേക്കും നയതന്ത്ര ബന്ധങ്ങളിലെ പിരിമുറുക്കങ്ങളിലേക്കും നയിക്കും. അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് വർദ്ധിപ്പിച്ചാൽ ഇന്ത്യ നിശബ്ദമായി നോക്കി നിൽക്കില്ല. ഈ നീക്കത്തിനെതിരെ ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യ സജ്ജമാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളായ ബദാം, ആപ്പിൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യക്ക് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനാകും. ഉദാഹരണത്തിന് 2024 മാത്രം $1.1 ബില്യൺ മൂല്യമുള്ള ബദാം പോലുള്ള പരിപ്പ് ഉൽപ്പന്നങ്ങളാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തത്. ഈ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുന്നത് അമേരിക്കൻ കർഷകരെയും വ്യവസായികളെയും കടുത്ത സമ്മർദ്ദത്തിലാക്കും. അതോടൊപ്പം ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ അമേരിക്കൻ ടെക് ഭീമന്മാർക്ക് ഇന്ത്യയിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു നയതന്ത്രപരമായ സന്ദേശം നൽകാനും ഇന്ത്യക്ക് കഴിയും. ഇത്തരം തിരിച്ചടികൾ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും അത് ഇരു രാജ്യങ്ങൾക്കും ദോഷകരമായിരിക്കും. എന്നിരുന്നാലും തങ്ങളുടെ സാമ്പത്തിക പരമാധികാരവും കർഷകരുടെ താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ശക്തമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ഇത് കേവലം ഒരു വ്യാപാര തർക്കം മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെയും ദീർഘകാല താൽപ്പര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടമാണ്. താരിഫ് ഇനിയും വർദ്ധിപ്പിച്ചാൽ അത് ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഈ സാഹചര്യം ഇന്ത്യയെയും അമേരിക്കയെയും മാത്രമല്ല, ലോക സമ്പദ്വ്യവസ്ഥയെയും ഗുരുതരമായി ബാധിക്കും. തുടക്കത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായ ചെമ്മീൻ, അരി, ആഭരണങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് അമേരിക്കൻ വിപണിയിൽ വില കൂടും. ഇത് ഡിമാൻഡ് കുത്തനെ കുറയ്ക്കാനിടയാക്കും. തീരപ്രദേശങ്ങളിലെ കർഷകർ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ചെറുകിട വ്യവസായികളെയും തൊഴിലാളികളെയും ഇത് പ്രതികൂലമായി ബാധിക്കും.
ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയാൻ സാധ്യതയുണ്ട്. വ്യാപാരക്കമ്മി വർദ്ധിക്കുകയും വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയോടുള്ള താൽപ്പര്യം കുറയുകയും ചെയ്യും. അതുപോലെ ഈ താരിഫ് യുദ്ധം അമേരിക്കയെയും സാരമായി ബാധിക്കും. ഇന്ത്യ തിരിച്ചടിച്ചാൽ അമേരിക്കൻ കർഷകർക്ക് കനത്ത നഷ്ടമുണ്ടാകും. ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ ടെക് ഭീമന്മാർക്ക് ഇന്ത്യയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും. ഇത് അമേരിക്കൻ കമ്പനികളുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കും. ആഗോളതലത്തിൽ ഈ തർക്കം വിതരണ ശൃംഖലകളെ തകർക്കുകയും വികസ്വര രാജ്യങ്ങളുടെ കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഇത് ഇരു രാജ്യങ്ങൾക്കും നഷ്ടം മാത്രമുണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ്. നയതന്ത്ര സംഭാഷണങ്ങളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കൂ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം സാധാരണക്കാരെ തീർച്ചയായും ബാധിക്കും. നേരിട്ട് സർക്കാരിനെയും വ്യവസായങ്ങളെയും ബാധിക്കുന്ന വിഷയമാണെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് താഴേക്കിറങ്ങി വരും. ഉദാഹരണത്തിന്, അമേരിക്കൻ താരിഫ് കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായ ചെമ്മീൻ, ആഭരണങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി കുറയുമ്പോൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനോ വരുമാനം കുറയാനോ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമുള്ള ചെറുകിട സംരംഭങ്ങളെ ഇത് കാര്യമായി ബാധിക്കും. തിരിച്ചടി എന്ന നിലയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഇറക്കുമതി തീരുവ കൂട്ടിയാൽ ബദാം, ആപ്പിൾ, ചില സാങ്കേതിക ഉപകരണങ്ങൾ എന്നിവയ്ക്ക് രാജ്യത്ത് വില വർദ്ധിക്കും. അതിനാൽ തൊഴിൽ നഷ്ടത്തിലൂടെയും വിലക്കയറ്റത്തിലൂടെയും ഒരു വ്യാപാര തർക്കം സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് പ്രതിഫലിക്കും.